അട്ടപ്പാടി. മണ്ണാർക്കാട്ടുനിന്ന് സൈലന്റ് വാലി, അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ. കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം മലകളിൽ തിമിർത്ത മഴയായിരുന്നു. രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാതസൂര്യന്റെ ഇളംവെയിലിൽ ഈറൻ മാറി പ്രസരിച്ചു നിന്നു. വൃശ്ചികം പിറന്നതേയുള്ളൂ. വൃശ്ചികക്കാറ്റ് ആഞ്ഞു വീശിത്തുടങ്ങി. അജ്ഞേയമായ ഒരു പ്രകൃതി പ്രതിഭാസമെന്ന പോലെ എല്ലാ വൃശ്ചികം ഒന്നിനും കൃത്യമായി സഹ്യന്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നുവരുന്നു. മുണ്ടകൻ പാടങ്ങളിൽ ഹരിതവീചി പരമ്പരകളായി ലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദിശാഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽത്തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു. വള്ളുവനാടിന്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. തെക്ക് അതിന്റെ അതിർത്തി ചാലക്കുടി പുഴയാണ്. പടിഞ്ഞാറ് കടൽത്തീരത്തിന് 10 നാഴിക മുമ്പ് കടൽക്കാറ്റിന്റെ സമ്മർദ്ദമേറ്റ് അതിന്റെ ശക്തി ക്ഷയിക്കുന്നു. പാലക്കാടൻ കാറ്റ് അനഭിമിതമായ ഒരതിഥിയാണ്. പീഠപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഏറ്റിവരുന്ന അത് രോഗകാരണമാവുന്നു. അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പഥ്യമല്ല. പാലക്കാടൻ കാറ്റിൻ്റെ ഒരേയൊരു നന്മ അത് മുണ്ടകൻ പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്നുവെന്നതാണെന്ന് കൃഷിക്കാർ പറയും. വൈകുന്നേരം ഉണ്ടായേക്കാവുന്ന മഴയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരു പക്ഷേ അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാവണമിത്. തുലാവർഷത്തിൽ കുളി കഴിഞ്ഞ് വെടിപ്പായി വൃശ്ചികവെയിൽ വനനാശകരാൽ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും തളിർക്കുകയും പടരുകയും ചെയ്യുന്ന കാടിൻ്റെ അതിജീവന വ്യഗ്രത. ഇത് പ്രകൃതിയുടെ വശ്യവും അസ്പൃശ്യവുമായ നിഗൂഢതകളിലേക്ക് ഒരു കടന്നുകയറ്റം പോലെ ആകാംക്ഷാഭരിതമാവുന്നു. എൻ്റെ കേരളം, രവീന്ദ്രൻ. എൻ.എ. നസീറിൻ്റെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്നതും രവീന്ദ്രൻ്റെ അട്ടപ്പാടി എന്നതും ഒരു യാത്രാ വിവരണങ്ങളാണ്. അപ്പോൾ യാത്രാ വിവരണം എങ്ങനെയൊക്കെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നുള്ളത് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നാണ് യാത്രാ വിവരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതില്ലേ, അപ്പോൾ ആ സ്ഥലം, പിന്നെ അവിടുത്തെ കാലത്തെ പറ്റിയിട്ടും അവിടുത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അടുക്കും ചിട്ടയിലൊക്കെ എഴുതണം. പിന്നെയോ കാഴ്ചകൾ, അവിടെ ഉണ്ടായ കാഴ്ചകൾ എന്തൊക്കെയാണ് നമ്മളെ ആകർഷിച്ചത്, പിന്നെ പല ശബ്ദങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കിളികളുടെയും അങ്ങനത്തെയൊക്കെ. അപ്പോൾ ശബ്ദങ്ങൾ, അതുപോലെ ഗന്ധങ്ങൾ, നമ്മളെ പിന്നെ ആകർഷിച്ചിട്ടുള്ള ഗന്ധങ്ങളിലെ പുഷ്പങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഓരോന്നും ഉണ്ടാവുമല്ലോ. പിന്നെ പിന്നെ അവിടെയൊക്കെ പോകുമ്പം പല ആളുകളെ നമ്മൾ പരിചയപ്പെടാനൊക്കെ ഇടവരും. അപ്പം പരിചയപ്പെട്ട വ്യക്തികൾ, അപ്പം അവരെക്കുറിച്ചൊക്കെ എഴുതുക. അതേപോലെ കണ്ടിട്ടുള്ള പ്രദേശത്തിൻ്റെ സവിശേഷതകൾ, അതായത് ഭൂമിഘടനയിലും ഒക്കെയുള്ള ഭൂമിയിലും ഒക്കെയുള്ള പ്രത്യേകതകളൊക്കെ അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ നമ്മൾ എന്തൊക്കെ അറിവാണ് കിട്ടിയെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത്, പിന്നെ മുന്നറിവുകൾ, അവിടെയുള്ള മുൻപിലത്തെ ഓരോ കാര്യങ്ങളിൽ കുറേ മുമ്പത്തെ ചരിത്രങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ശേഖരിച്ച്, പിന്നെ യാത്രയിലെ മാനസികാവസ്ഥ, നമുക്ക് സന്തോഷമാണോ, എന്താണ് യാത്രയിൽ അധികം, എന്താണ് നമുക്ക് ഉല്ലാസയാത്രകൾ, അല്ലെങ്കിൽ നമുക്ക് യാത്ര പോകുന്നത് ഏതൊരാൾക്കും എന്തായിരിക്കുമോ നല്ല മനസ്സിന് നല്ല ഒരു എന്താണ് ഉണ്ടാവുക, അല്ലേ ഒരു എന്താ പറയുക, നല്ലൊരു അനുഭവമാണ് ഉണ്ടാവുക. അതുപോലെ നമ്മൾ പിന്നെ യാത്രാനുഭവങ്ങൾ നമ്മൾ എഴുതി ഉണ്ടാക്കുകയാണെങ്കിൽ അധികം യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടായിരിക്കുമല്ലോ എഴുതിയിട്ടുണ്ടാകുക. അപ്പോൾ പിന്നീട് ഓർത്തപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ വികാരം, ആ യാത്രേനെ കുറിച്ച് തോന്നിയത്, അതൊക്കെ കൂട്ടി എഴുതുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, എഴുതിയൊക്കെ ഒരു യാത്രാ വിവരണം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക കേട്ടോ.